എല്ലാവർക്കും പുതുവത്സരാശംസകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ തലങ്ങളിലും പുതിയ ഭരണസമിതികൾ സ്ഥാനമേറ്റു കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രചരണങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാവരും നടത്തി. ആ ഘട്ടം പിന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ സ്ഥാനമേറ്റതോടെ അവർക്ക് മുന്നിൽ പുതിയ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. ഇന്ന് കാണുന്ന ത്രിതല പഞ്ചായത്ത് നഗരഭരണ സംവിധാനം രൂപപ്പെടുന്നതിന് പിന്നിൽ കേരളത്തിൻ്റേതായ സവിശേഷ ചരിത്രമുണ്ട്. ഭരണം കേവലം സെക്രട്ടേറിയറ്റിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം താഴേത്തട്ടിലേക്ക് എത്തിക്കണമെന്ന ആദ്യം ശുപാർശ ചെയ്യുന്നത് 1957 രൂപീകരിക്കപ്പെട്ട EMSൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപരിഷ്കാര കമ്മിറ്റിയാണ്. ഗ്രാമതലത്തിൽ ഭരണനിർവഹണത്തിനുള്ള അടിസ്ഥാന യൂണിറ്റായി പഞ്ചായത്തുകൾ മാറുക, തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതികൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകുക, ഇത്തരം ശുപാർശകളും ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചു. 1967 EMS മന്ത്രിസഭ വന്നപ്പോൾ ദ്വിതല സമ്പ്രദായത്തോടു കൂടിയുള്ള പഞ്ചായത്ത് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. 1987 നായനാർ സർക്കാരിൻ്റെ കാലത്താണ് ജില്ലാ കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഇന്നത്തെ നിലയിലുള്ള നഗരഭരണ സംവിധാനവും 73-74 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവ മുഖേനയാണ് നിലവിൽ വന്നത്. 1995 ഒക്ടോബർ 2 അതനുസരിച്ച് ജനപ്രതിനിധികൾ സ്ഥാനമേറ്റെടുത്തു. അവിടെയും കേവലമായ പരിഷ്കരണമല്ല നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിട്ടത്. വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലയിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനമായിരുന്നു. സാമ്പത്തികമായും സ്ഥാപനശേഷി കൊണ്ടും സ്വയംഭരണാധികാരം നൽകിയും ശാക്തീകരിച്ചുകൊണ്ടുള്ള ഒരു മാതൃകയാണ് നാം തേടിയത്. അതിനു പറ്റിയ ജനകീയാസൂത്രണം, ആ ജനകീയാസൂത്രണ പ്രസ്ഥാനം 1996 ആഗസ്റ്റ് 17 നിലവിൽ വന്നു. തുടർന്ന് സെൻ കമ്മിറ്റി രൂപീകൃതമായി. ആ സെൻ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പൗരാവകാശ രേഖ, അറിയാനുള്ള അവകാശം തുടങ്ങിയവ ഉൾപ്പെടുത്തി സമഗ്രമായ നിയമഭേദഗതി 1999 കൊണ്ടുവന്നു. ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശക്തമായ സ്വയംഭരണ സംവിധാനങ്ങളായി മാറി. ഏറ്റവും അവസാനം 2022
ഫെബ്രുവരി 19 ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ വന്നു. പഞ്ചായത്ത്, ഗ്രാമവികസനം, നഗരകാര്യം, എഞ്ചിനീയറിംഗ് വിഭാഗം, നഗര ഗ്രാമാസൂത്രണം എന്നിങ്ങനെ വിവിധങ്ങളായി നിന്നിരുന്ന വകുപ്പുകളെ അതോടെ ഒറ്റ വകുപ്പാക്കി മാറ്റി. അങ്ങനെ പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനോപകാരപ്രദമായും ഫലപ്രദമായും നടപ്പിലാക്കുന്നതിനുള്ള ഏകീകൃത പ്ലാറ്റ്ഫോമാണ് നിലവിൽ വന്നത്. 1995 സ്ഥാനമേറ്റെടുത്ത ജനപ്രതിനിധികൾ ജനകീയാസൂത്രണത്തിൻ്റെ പിൻബലത്തോടെ പുതിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി. അന്ന് ലഭ്യമല്ലാതിരുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ ഇന്നത്തെ ജനപ്രതിനിധികൾക്ക് ലഭ്യമാണ്. ഓരോ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് നൽകുകയാണ്. സേവനം വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ സാങ്കേതികവിദ്യ നാം ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ശാസ്ത്രീയമായ സർവേയിലൂടെ കണ്ടെത്തിയ അതിദരിദ്രരെ ഓരോ ആവശ്യങ്ങളും നിർണയിച്ച് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സമയബന്ധിതമായി സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. നേരത്തെ തന്നെ പ്രസ്താവിച്ചതാണ്, ഇതിലേറ്റവും സ്തുത്യർഹമായ പങ്കാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഹിച്ചിരുന്നതെന്ന്. ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ ഭരണസമിതികളുടെ ചുമതല കൂടുതൽ വിപുലമാണ്. അതിദാരിദ്ര്യമുക്തരായവർ തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് പോകരുത്. പല കാരണങ്ങളാൽ അതിദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്ന ആൾക്കാരുണ്ടാകാം. അതിൽ നിന്നും അവരെ മുക്തരാക്കാനാവണം. ഈയൊരു പ്രക്രിയ നിരന്തരം സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിനായുള്ള EPEP 2.0 പദ്ധതി എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ആരോഗ്യകരമായ മത്സരബുദ്ധിയോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന നിലയിലേക്ക് സമീപനത്തിലും പശ്ചാത്തല സൗകര്യങ്ങളിലും നാം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രാദേശിക സർക്കാരുകളുടെ അനിവാര്യ ചുമതല കൂടിയാണ് ഈ മേഖല. ഇതിലെ നേട്ടങ്ങൾ വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിതാന്ത പരിശ്രമം ആവശ്യമുള്ളതാണ്. ഭാവി ഉറപ്പുള്ളതാക്കാൻ നാട് മാലിന്യമുക്തമാകൽ പ്രധാനമാണ്. ആ ചുമതല എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടതാണ്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ പൂർത്തിയായ 5 ലക്ഷത്തോളം വീടുകൾ, ആ നേട്ടം അടുത്ത മാസത്തോടെ പൂർത്തിയാക്കാനാണ് പോകുന്നത്. എന്നാൽ അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല. കൂടുതൽ ഭവനരഹിതർക്കുള്ള അടച്ചുറപ്പുള്ള സുരക്ഷിത ഭവനം ലഭ്യമാക്കാൻ അശ്രാന്ത പരിശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടതുമാണ്.
പാലിയേറ്റീവ് പരിചരണ നയം നിലവിൽ സംസ്ഥാനത്താകെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ 1142 പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സാർവത്രികമായ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്നതിന് കേരള കെയർ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ രംഗത്തും സമർപ്പണ ബോധത്തോടെ ഓരോ തദ്ദേശഭരണ സ്ഥാപനവും ഇടപെടേണ്ടതായിട്ടുണ്ട്. പാർലമെൻറ്റിൽ നിന്നും നിയമസഭയിൽ നിന്നും വ്യത്യസ്തമായി തദ്ദേശഭരണ സ്ഥാപനങ്ങളിലുള്ളത് ഭരണസമിതികളാണ്. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന വേർതിരിവില്ലാത്തതാണ്. ഓരോ അംഗവും വിവിധ വിഷയങ്ങളിൽ ഭരണ നിർവഹണം നടത്തുന്ന ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമാണ്. എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും നിർവഹണം നടത്തുന്നതും ഭരണസമിതികളാണ്. അതിനാൽ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും വിശാല താൽപ്പര്യം മുൻനിർത്തി നാടിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനുമായി എല്ലാ ജനപ്രതിനിധികൾക്കും തദ്ദേശഭരണ സ്ഥാപനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയേണ്ടതാണ്. അതിന് തയ്യാറാകണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ പുതുവർഷം ഒരു മഹാദുരന്തമുഖത്തു നിന്നും നാം കരകയറി വരുന്ന സമയമായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് 2025 നമ്മൾ കടന്നു വന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റ മനസ്സോടെയാണ് ദുരന്തബാധിതരോട് ചേർന്ന് നിന്നത്. 2026 കടക്കുന്നത് മറ്റൊരു അനുഭവമായാണ്. ആ ജനതയെ ചേർത്ത് പിടിച്ച് അവർക്ക് ഏറ്റവും നല്ല നിലയിൽ വാസസ്ഥലങ്ങൾ ഒരുക്കാൻ കഴിയുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഓരോ മലയാളിയും. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പ്രത്യേക അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ 35 ക്ലസ്റ്ററുകളിലായാണ് കുട്ടികൾക്ക് കളിക്കുന്നതിന്, മുതിർന്നവർക്ക് ഒത്തുകൂടുന്നതിന് ആവശ്യമായ പൊതു ഇടങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 11.4 കിലോമീറ്റർ റോഡ്, ഭൂഗർഭ വൈദ്യുതി വിതരണ ശൃംഖല, 9.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള കുടിവെള്ള ടാങ്കും വിതരണ ശൃംഖലയും. ഇതുകൂടാതെ ഓരോ വീട്ടിലും 1000 ലിറ്റർ കുടിവെള്ള ടാങ്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്, മാർക്കറ്റ്, അംഗൻവാടി, കമ്മ്യൂണിറ്റി ഹാൾ,
മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ, പൊതുജനാരോഗ്യ കേന്ദ്രം, മെമ്മോറിയൽ, ഓരോ വീട്ടിലും സൗരോർജ പ്ലാന്റ്, ഇങ്ങനെ ആവശ്യമായ സൗകര്യങ്ങൾ ടൗൺഷിപ്പിൽ ഉണ്ടാകും. 207 വീടുകളുടെ വാർപ്പ് പൂർത്തിയായി. ബാക്കി വീടുകളുടെ തറകെട്ടുന്ന പണി, കോൺക്രീറ്റ് ഭിത്തി, തേപ്പ്, ടൈൽ പാകൽ, പെയിൻറ്റിങ് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. 3.9 കിലോമീറ്റർ നീളത്തിൽ റോഡിൻ്റെ പ്രാരംഭ പണി പൂർത്തിയായി. കുടിവെള്ള ടാങ്കിൻ്റെ റാഫ്റ്റ് വാർക്കൽ കഴിഞ്ഞു. 1600ഓളം ജീവനക്കാർ രാപ്പകൽ ഭേദമന്യേ ജോലി ചെയ്യുകയാണ്. ഉണ്ടായ കാലവർഷം അവിടെ കനത്ത രീതിയിലുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ചില പ്രയാസങ്ങൾ പണിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 58 ഘട്ടങ്ങളിലായി ഗുണമേന്മ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് അനുമതി നൽകുന്നത്. 20 വർഷത്തോളം വാറൻറ്റിയുള്ള, വിപണിയിൽ ഏറ്റവും മികച്ച സാധന സാമഗ്രികളാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. സിമൻറ്റ്, മണൽ, മെറ്റൽ, കമ്പി മുതലായവ നിർമ്മാണ സ്ഥലത്ത് സജ്ജീകരിച്ചിട്ടുള്ള ലാബിലെ ടെസ്റ്റ് കൂടാതെ സ്വതന്ത്ര മൂന്നാം കക്ഷിയുടെ പരിശോധന കൂടി നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്. മുഴുവൻ നിർമ്മാണങ്ങൾക്കും 5 വർഷത്തേക്ക് കേടുപാടുകളിൽ നിന്നും കരാറുകാർ സംരക്ഷണം നൽകും. 300ഓളം വീടുകളും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിച്ച് ഒന്നാം ഘട്ടമായി ഫെബ്രുവരിയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന തത്വം ഉൾക്കൊണ്ട് ഓരോ ദുരന്തബാധിതനും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുന്നതിനായുള്ള സമഗ്ര പുനരധിവാസമാണ് ടൗൺഷിപ്പിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 2026 ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഭവനമില്ലായ്മയെ മറിച്ച് കടക്കലാണ്. ഇതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിൽ 5-ൽ 1 പാർപ്പിടമില്ലാതെ കഷ്ടപ്പെടുകയാണ്. മതിയായ പാർപ്പിട സൗകര്യങ്ങളില്ലാത്തവർ ലോകത്ത് ഏകദേശം 160 കോടിയോളം വരും എന്നാണ് കണക്ക്. ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരെ മുതൽ സ്വന്തം ഭൂമിയിൽ തുടങ്ങിവെച്ച വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തവരെ കൂടി ഉൾപ്പെടുത്തി ഭവനരാഹിത്യം എന്ന പ്രശ്നത്തെ അതിൻ്റെ സമഗ്രതയിൽ അഭിസംബോധന ചെയ്യുകയാണ് ലൈഫ് പദ്ധതിയിലൂടെ നാം ചെയ്തത്. രാജ്യത്തെ പല ഭവന പദ്ധതികളും നാമമാത്രമായ തുക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരുന്നത്. ആവാസയോഗ്യമായ വീട് പണിയണമെങ്കിൽ പണം മറ്റ് വഴികളിലൂടെ കണ്ടെത്തേണ്ട സ്ഥിതി. ലൈഫ് മിഷന് കീഴിൽ വീട് നിർമ്മിക്കാൻ പര്യാപ്തമായ തുക യാഥാർത്ഥ്യബോധത്തോടെ കണക്കാക്കി അത് കൈമാറുകയാണ് ചെയ്തത്. ഭവന നിർമ്മാണത്തിന് 4 ലക്ഷം
രൂപ നൽകുന്നു. അതുമാത്രമല്ല, നിർമ്മാണ സാമഗ്രികൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കിയും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി തൊഴിലാളികളെ ലഭ്യമാക്കിയുമെല്ലാം ഭവന നിർമ്മാണത്തെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ടതും ആലംബഹീനരുമായ ആളുകളെ കണ്ടെത്തി അവർക്കാണ് ആദ്യം വീടുകൾ നിർമ്മിച്ച് നൽകിയത്. മാനസിക വെല്ലുവിളി നേരിടുന്നവർ, ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ളവർ, അഗതികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ, അവിവാഹിതരായ അമ്മമാർ, അപകടത്തിൽപ്പെട്ട് ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താൻ കഴിയാത്തവർ, വിധവകൾ, ഇവർക്കൊക്കെയായിരുന്നു മുൻഗണന. ഇപ്പോൾ 4,76,076 വീടുകൾ ഈ ലൈഫ് മിഷൻ വഴി പണി പൂർത്തിയാക്കി കുടുംബങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞു. അത്രയും കുടുംബങ്ങൾ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. ഇത് അടുത്ത മാസത്തോടെ 5 ലക്ഷം പൂർത്തിയാക്കുകയാണ്. 1,24,471 വീടുകളാണ് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടത്തിലുള്ളത്. ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തലാണോ, അതല്ല എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങി സ്വകാര്യ മൂലധനത്തിന് വഴിമാറലാണോ ഒരു സർക്കാരിൻ്റെ കടമ എന്നത് ലോകത്താകെ പ്രസക്തമായ മൗലികമായ രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യത്തെ LDF അഭിസംബോധന ചെയ്തത് ലൈഫ് മിഷൻ പോലുള്ള സമഗ്രമായ ജനകീയ പദ്ധതികൾ വഴിയാണ്. മറ്റൊരു പ്രധാന കാര്യം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ഇന്നു മുതൽ ആരംഭിക്കുന്നതാണ്. ഭാവി തലമുറയുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പൂർണ്ണമായും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തെ കേവലമൊരു ഉപഭോക്തൃ സംസ്ഥാനമായി നിലനിർത്താതെ ലോകത്തിന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ഉൽപ്പാദന കേന്ദ്രമായി മാറ്റാൻ നാം മുന്നിട്ടിറങ്ങുകയാണ്. വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും തുല്യമായി എത്തുന്നുവെന്ന് ഉറപ്പുവരുത്താനാവണം. നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് ഓരോരുത്തരുടെയും അഭിപ്രായം പ്രധാനമാണ്. സ്വന്തം ജീവിത പരിസരത്തിനും ആഗ്രഹങ്ങൾക്കും അനുസൃതമായ ഭാവി പരിപാടിയും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. അവയാകെ കേൾക്കുക, ക്രോഡീകരിക്കുക, അതിനനുസൃതമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഏറ്റവും പ്രധാനമായ ഒന്നാണത്. ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് ആശയങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പദ്ധതി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഓരോ പ്രദേശത്തിൻ്റെയും വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം അവിടങ്ങളിൽ
അനുയോജ്യമായ വികസനം എത്തിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ, അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ, ഇവയിലെല്ലാമുള്ള ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യകതക്കനുസരിച്ച് ലഭ്യമായോ ആ കാര്യത്തിൽ അഭിപ്രായം തേടുന്നതിനും ഈ പദ്ധതി സഹായകമാകും. അതായത് സർക്കാർ ഭാവിയിൽ നടപ്പാക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള ഒരവസരമായിട്ടാണ് ഇത് മാറുക. നവകേരള സൃഷ്ടിക്ക് കരുത്തു പകരുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്. ഈ പദ്ധതിയുമായി എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയുമാണ് ആമുഖമായി പറയാനുള്ളത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കടത്ത് ഇന്ന് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത് അങ്ങയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വളരെ കുറ്റകരമായി ഇടപെടുന്നു, അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പേരും പരാമർശിക്കുന്നു. മറ്റൊന്ന്, ഈ SITയിലെ 2 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പോലീസ് ആസ്ഥാനത്തെ 2 ഉദ്യോഗസ്ഥരുടെ ഇക്കാര്യത്തിൽ അനധികൃതമായി ഇടപെടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിരുന്ന ആക്ഷേപങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആക്ഷേപം ഉന്നയിക്കുക എന്നത് ഒരു സ്വഭാവമാക്കിയിട്ടുള്ളവരുടെ അത്തരം പ്രതികരണങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നത് കൊണ്ട് മാത്രം അത് അവസാനിക്കില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ കാണേണ്ടതും നേരത്തെ മുതൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ വ്യക്തതയുള്ളതുമായ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെയാണ്. ഹൈക്കോടതി ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ അന്വേഷക സംഘം, ഈ SIT, നല്ല നിലയിൽ അവരുടെ ചുമതല നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇതേവരെ വന്നിട്ടുള്ള കാര്യം. പ്രത്യേകമായ പരാതികളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടേയില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ നിലക്ക് നടക്കട്ടെ. ഇത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവുമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകട്ടെ എന്നുമുള്ളത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവും പൂർണ്ണ യോജിപ്പ് അതിനോട് പ്രകടിപ്പിച്ചതുമാണ്. അതിൻ്റെ ഭാഗമായി ഒരിടപെടലും നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റ് മറുപടി കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആവട്ടെ എന്ന നിലയെടുത്താൽ അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്. ഇവിടെ അടൂർ പ്രകാശിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അതിനെപ്പറ്റി പറഞ്ഞത്. അത് സോണിയാഗാന്ധിയും മറ്റ് 2 പേരും, പത്തനംതിട്ടയിൽ നിന്നുള്ള 2 പേര്, ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട MP-യും, ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത്. ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ്? സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടില്ലേ? അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല. പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ.
ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? അതിലെനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നേരത്തെ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിൽ പങ്കുള്ളയാളല്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന്. അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത്? ഇതിനല്ലേ മറുപടി പറയേണ്ടത്? യഥാർത്ഥ പ്രശ്നം അതല്ലേ? എങ്ങനെയാണ് ഈ മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്? അതിൽ ഇവരുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത്? അതിന് ഉത്തരവാദി? അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത്. അതിന് മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട് കുട്ടികൾ പറയാറില്ലേ, ഈ ഒന്നും പറയാനില്ല കൊഞ്ഞനം കുത്തുക, ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത്? എന്നാൽ പിന്നെ ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം വരുമോ? അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്കതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന നിലപാടേ ഉള്ളൂ. ഒരു ഘട്ടത്തിലും ഞങ്ങളതിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ നിന്നിട്ടില്ല. ഘട്ടം കഴിഞ്ഞിട്ട് ആർക്കും പറയാനുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിച്ചോ. കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് ഈ അന്വേഷണം പോവുകയാണോ, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ആക്ഷേപങ്ങളും വരുന്നുണ്ട്. ആ ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ഈ അന്വേഷണം സർക്കാരിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ളൊരു കാര്യം അവർ എടുത്തു പറയുന്നത്, സർക്കാർ കൂടി ഇപ്പോൾ അതിൻ്റെ പരിധിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത്. പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാകും. അത് ആ ആഗ്രഹങ്ങൾ പലതരത്തിൽ പ്രകടിപ്പിച്ചു എന്നും വരും. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, SITക്ക് അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളിൽ വ്യക്തത നേടാനുണ്ടാകും. ആ വ്യക്തത നേടേണ്ടതിൻ്റെ ഭാഗമായി ആവശ്യമായ ഇടപെടലുകൾ അവർ നടത്തും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായി ആരെയാണോ അവർക്ക് ബന്ധപ്പെടേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത്, അതവർ തീരുമാനിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് സാധാരണഗതിയിൽ ആരോടും അവർ നേരത്തെ പറയാറില്ല. അത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കണ്ടത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അവരറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യം. അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല. കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ്, അതവർ സ്വതന്ത്രമായി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ്? അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിച്ചു പോകട്ടെ. അതിനകത്ത് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകട്ടെ. എന്തിനാണ് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്? അതാണ് ഞങ്ങൾക്കതിലുള്ള നിലപാട്. അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിൽ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെ ആയാലും വാസുവിനെ ആയാലും ആ സ്ഥാനം. സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽ പെടുന്നു, അവരിതിന്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ആ സമയത്ത് മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ, കടകംപള്ളിയോട് ചോദിച്ചിരുന്നു CMA
എന്താണ് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്ന കാര്യം? ഈ കാര്യത്തിൽ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതൊക്കെ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ എന്ന്. നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ. അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്ന്. അത് വ്യക്തമായല്ലോ. ചോദ്യത്തിന് അല്ല, അതിനാണല്ലോ ഞാൻ പറയുന്നത്. ചോദ്യത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണോ വേണ്ടത്? എന്നാൽ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കുക. ഇനി ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ. നിങ്ങളതിന് ഉറപ്പുണ്ടാക്കണം. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അത് ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല. ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നത്. കണ്ടോ കണ്ടില്ലേ? ഇവിടെ തർക്കിക്കാനല്ലല്ലോ വരുന്നത്. നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്നൊരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ്. അതാണ് ഞാൻ പറയുന്നത്. സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഫോട്ടോ വന്നത് BJP ഇപ്പോൾ പുതിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ SIT അടൂർ പ്രകാശിനെയും അല്ലെങ്കിൽ ആന്റോ ആന്റണിയും മാത്രമല്ല സോണിയാഗാന്ധിക്ക് നോട്ടീസ് നൽകണമെന്ന ആവശ്യമാണ്. മാത്രമല്ല CBI അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. അത് UDF പറയുന്നു, BJP പറയുന്നു. എങ്ങനെയാ ആ ഒരു ആവശ്യത്തിലേക്ക് കാണുന്നത്? CBI അന്വേഷണത്തിൻ്റെതായ ഒരു ഘട്ടം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പൊതുവിൽ കാണുന്നില്ല. കാരണം അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുകയാണ്. അന്വേഷണം ക്രമപ്രകാരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവർ ചോദ്യം ചെയ്യണമെന്ന് കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരം SITക്ക് ഉണ്ടാവും. അവരത് ഉപയോഗിക്കുകയും ചെയ്യും. അത് ആ നിലക്ക് നടക്കട്ടെ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനെന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വിശദീകരണമാണല്ലോ അവർ നൽകേണ്ടത്. ആ നൽകാനുള്ള ബാധ്യത ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്കുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരാൾ യാദൃശ്ചികമായി എത്തിപ്പെടുകയല്ലോ. ഇവിടെ ഇത്തരമൊരു കേസിൽ പ്രധാന പ്രതിസ്ഥാനത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒരാൾ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ കട്ടയാൾ, അതാണല്ലോ ഒരാൾ. മറ്റൊരാൾ ആ കളവ് മുതൽ വാങ്ങിയാണ്. ഈ രണ്ടുപേരും ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും നിൽക്കുന്നു. എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ചെത്തിയത്? അതിലൊരാൾ പറയുന്നു, ഞാൻ മുൻകൈ എടുത്തല്ല, എന്നെ പോറ്റി വിളിച്ചിട്ടാണ്. പോറ്റി കയറുന്നിടത്തെല്ലാം ചെല്ലേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ബാധ്യതയാണോ അദ്ദേഹത്തിനുള്ളത്? എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ? അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ? അത് ബാലിശമായ ഒരു പ്രശ്നമാണോ? ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ? അതിനല്ലേ മറുപടി പറയേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് ശരിയായ കാര്യമല്ല. ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPI എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്.
ആ പാർട്ടി LDFിലെ CPIMനോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും കാണിക്കുന്നുവെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. Siddaramaiah, you met Siddaramaiah yesterday in Shivagiri Math. അപ്പോൾ പുകിലു അവിടെ ഇളങ്കേൽ ഡിസ്ട്രക്ഷൻ നടന്നപ്പോൾ അവിടെ CPM പോയിരുന്നു, അവിടുത്തെ നേതാക്കൾ പോയിരുന്നു. Were you able to speak to Siddaramaiah and raised your concerns with him directly? ഇതിനെക്കുറിച്ച് CM സിദ്ധരാമയ്യയായിട്ട് സംസാരിക്കാൻ പറ്റിയോ? എനിക്ക് ഇന്നലത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു. അതായത് അവിടെ ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യണം. അത് രാവിലെ ഞാൻ എത്തി. ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹവും നേരത്തെ എത്തുമെന്നായിരുന്നു. പക്ഷേ ഞാനവിടെ പരിപാടിക്ക് എത്തുന്നത് വരെ അദ്ദേഹം എത്തിയില്ല. പരിപാടി ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അത് കഴിഞ്ഞവർ പിന്നെ അധ്യക്ഷ പ്രസംഗം മാറ്റി വെച്ചുകൊണ്ട് ക്യാബിനറ്റ് യോഗം അതിന് ശേഷമുള്ളതുകൊണ്ട് എന്നെ ക്ഷണിച്ചു ഇതിൽ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ സംസാരിക്കാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇത് പറഞ്ഞു, ഈ ഒരു മര്യാദകേട് കാണിക്കേണ്ടതായിട്ട് വരും. കാരണം കർണാടക മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കുമ്പോൾ സ്വാഭാവിക നീതി ഞാനും കൂടി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്യാബിനറ്റ് യോഗം ഉള്ളതുകൊണ്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് ഞാൻ ആദ്യം പറയുകയാണ്. ആ മീറ്റിംഗ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോവുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അപ്പോൾ സമയമുണ്ടായിരുന്നില്ല. നേരെ ക്യാബിനറ്റിലേക്ക് പോകലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മോഹൻലാലിൻ്റെ അമ്മ മരണപ്പെട്ട ഒരവസ്ഥയായതുകൊണ്ട് അവരെ ഒന്ന് കാണാമെന്ന് വെച്ച് നേരെ അവിടെ പോയി അവരെയും കണ്ട് ക്യാബിനറ്റിൽ പോയി. അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ നിന്ന് നേരെ പോകേണ്ടി വരുന്നത് ധർമ്മടത്തേക്കാണ്. ധർമ്മടം മണ്ഡലത്തിലെ നേരത്തെ ജനപ്രതിനിധിയായിരുന്ന KK നാരായണൻ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുന്നതിന് മുൻപ് ആ ബോഡി ഒന്ന് കാണുക എന്നുള്ള താല്പര്യത്തോടെ അവിടെ പോയി തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ അങ്ങനൊരു വല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇന്നലത്തെ തീര. അതെ, അത് എൻ്റെ ശ്രദ്ധയിലും പെട്ട കാര്യമാണ്. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണല്ലോ. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഇപ്പോൾ ഉത്തർപ്രദേശിലോ മറ്റെവിടെയെങ്കിലും ഈ ബുൾഡോസർ കാര്യങ്ങൾ വന്നാലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നടന്നാലും സാധാരണഗതിയിൽ ഈ സംസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ടല്ല നമ്മളാരും പ്രതികരിക്കാറ്. അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ചിലപ്പോൾ രാജ്യത്തിനപ്പുറത്തുള്ള കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മറ്റെവിടെയും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഗാസയിലെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ അതിർത്തി നോക്കി പ്രതികരിക്കുക എന്നുള്ളതല്ല സാധാരണ രീതി. സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളെ ബുൾഡോസർ ഉപയോഗിച്ച് തെരുവാധാരമാക്കുന്ന നില വന്നപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണ് വന്നത്. എനിക്കതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് കൃത്യമായി എന്താണെന്ന് നോക്കിയല്ലേ പറയാൻ പറ്റൂ. അത് ഏതാണ് അപേക്ഷ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയേ പറയാൻ പറ്റൂ. എൻ്റെ കയ്യിൽ ആ വിവരങ്ങളില്ല. അത് പലരും ആലോചിക്കുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങളിതേവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നൊരു കാര്യമായിരിക്കും അത്. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. അത്
ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു. പൊതുവേ ഞങ്ങൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ പൊതുരീതി. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറ് കയറ്റിലായിരിക്കും. ഞാൻ കാറ് കയറ്റിയത് ശരിയാണ്. അത് ശരിയാണെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ. നിങ്ങൾ നേരത്തെ ചോദിച്ചു, നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾ നേരത്തെ ചോദിച്ചല്ലോ അതിനെപ്പറ്റി. ആ എന്താണ് സമീപനം എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞല്ലോ. അതാണല്ലോ സമീപനം. ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നലെ ഒരു മാധ്യമത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചെറിയൊരു ഭാഗം എനിക്ക് പറയേണ്ടി വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട്. കാരണം കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും വർഗീയതയെ പൂർണ്ണമായി അകറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് മതനിരപേക്ഷതയൊക്കെ പറയുമെങ്കിലും 4 വോട്ടിനു വേണ്ടി ഏത് വർഗീയതയുമായി കൂടിച്ചേരുന്നതിന് മടി കാണിച്ചിരുന്നില്ല. തൽക്കാലം വോട്ട് പോരട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ കോലീബി സഖ്യമുണ്ടായത്. അത് അന്നത്തെ നിലയിൽ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലും കോലീബി സഖ്യമുണ്ടാക്കി. അതിലൂടെ BJPക്ക് അഭിമതരായ ആളുകളെ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും എത്തിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ കേരളീയ സമൂഹം വലിയ ജാഗ്രത വർഗീയതയ്ക്കെതിരെ പുലർത്തുന്നൊരു കാലമായതുകൊണ്ട് തന്നെ ആ നീക്കം ഫലവത്തായില്ല. സാധാരണ കണക്ക് ശാസ്ത്രമനുസരിച്ച് 2 × 2 = 4 എന്ന കണക്ക് ശാസ്ത്രമനുസരിച്ചാണെങ്കിൽ ഇവർക്കെല്ലാമുള്ള പിൻബലം, ആ വോട്ടിൻ്റെ പിൻബലം കണക്ക് കൂട്ടിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന കോലീബി സ്ഥാനാർത്ഥി ജയിച്ചു വരുമെന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. പക്ഷേ ആ കണക്ക് ശാസ്ത്രമല്ല, ജീവനുള്ള മനുഷ്യനാണല്ലോ ഇതിന് പ്രതികരിക്കേണ്ടത്. അവരുടെ പ്രതികരണം അവരുടെ ബോധത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് മതനിരപേക്ഷതാ ബോധമായിരുന്നു, വർഗീയതയ്ക്കെതിരെയുള്ളതായിരുന്നു. അങ്ങനെയാണ് ആ 2 സ്ഥലത്തും ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. അവിടെ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ നീക്കങ്ങളിവിടെ അവസാനിച്ചില്ല കേട്ടോ. പിന്നീടൊരു ഘട്ടത്തിൽ കേരളത്തിൽ UDF അധികാരത്തിലിരിക്കുമ്പോൾ RSSൻ്റെ ഒരു പ്രധാനി പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് 40 സീറ്റുകളിൽ ഞങ്ങൾ കൂടി പിന്താങ്ങിയത് കൊണ്ടാണ് എന്ന കാര്യം ഓർമ്മ വേണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ നീക്കുപോക്കുകളും പരസ്പര ധാരണയും ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്നതാണ് പിന്നീടുള്ള അനുഭവം. അത് മാറി മാറി എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന്
ഒരു BJP അംഗം അസംബ്ലിയിലേക്ക് ജയിച്ചു വരുന്ന നിലയുണ്ടായി. അങ്ങനെ ജയിച്ചു വരുമ്പോൾ കണ്ട കാര്യം, സാധാരണഗതിയിൽ കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകൾ ആ മണ്ഡലത്തിൽ ലഭിച്ചില്ല എന്നതാണ്. മത്സരിച്ച UDF സ്ഥാനാർത്ഥി തന്നെ പിന്നീടത് വ്യക്തമാക്കുന്ന നിലയുമുണ്ടായി. അദ്ദേഹം ജയിച്ചു വന്നപ്പോൾ BJP അക്കൗണ്ട് തുറന്നു എന്ന ആവേശത്തിലേക്ക് BJP മാറി. ഒരു സംശയവുമില്ലാതെ അതിന് സൗകര്യമുണ്ടാക്കിയത് കോൺഗ്രസ്സാണ് എന്നത് നാടിന് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2024 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു. സാധാരണ നിലക്കുള്ള കണക്കനുസരിച്ച് BJPയുടെ നേരത്തെയുള്ള വോട്ടിൽ വർധനവുണ്ടാകുന്നു. എന്നാൽ മത്സരിച്ച രണ്ട് മുന്നണികൾ, ഒന്ന് ഞങ്ങളും മറ്റൊന്ന് UDFും, UDFിൻ്റെ വോട്ടിൽ 86,000-ഓളം വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ഞങ്ങളവിടെ ജയിച്ചു വരുമെന്നായിരുന്നു ഞങ്ങൾ കണക്കൂട്ടിയത്. ജയിക്കാൻ ഞങ്ങൾക്കായില്ലെങ്കിലും 2019 കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് നേടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. എന്നാൽ UDFന് 86,000 വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ആ വോട്ട് നേരെ BJPയിലേക്ക് പോകുന്നു. അപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നു. നിങ്ങൾ വിശദമായി കണക്കുകൾ പരിശോധിക്കുന്നവരാണല്ലോ. ഇപ്പോൾ വർത്തമാനകാലമായതുകൊണ്ട് ഇപ്പോൾ നടന്ന തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനാണല്ലോ BJP നേടിയിട്ടുള്ളത്. ആ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈ ഏതാണ് എന്ന് ചെറിയൊരു അന്വേഷണം നിങ്ങൾ നടത്തിയാൽ മനസ്സിലാവുമല്ലോ. അവിടെ ചില ഡിവിഷനുകളിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വോട്ടിൽ സാരമായ കുറവ് വന്നിട്ടുണ്ടല്ലോ. ആ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് പോയതായി കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള നീക്കങ്ങൾ എങ്ങനെ വന്നു? അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജയത്തിലും ഒരു പങ്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ. രണ്ട് ഭാഗത്തും നീക്കങ്ങളുണ്ടായതായി കാണാൻ സാധിക്കും. രണ്ടു കൂട്ടരും പരസ്പര ധാരണയിൽ LDF ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് രണ്ടു കൂട്ടരും പ്രാദേശികമായി ഉണ്ടാക്കിയ പരസ്പര ധാരണയിൽ വോട്ടുകൾ മാറി ചെയ്തുവെന്ന് അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുകയില്ലേ? എങ്ങനെയാണ് ഇത്തരത്തിലൊരവസ്ഥ വന്നത്? ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റേതായ ജാഗ്രതയിൽ കുറവ് വരുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരെ ശക്തമായ പൊതുബോധം നിലനിന്നിരുന്ന ഒരു സമൂഹമാണിത്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരിടം എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ പരിശ്രമിച്ചത്. ഇന്ന് നവോത്ഥാന നായകരിൽപ്പെട്ട ഒരാളുടെ മന്നത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസവും കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ കാലത്തെ തുടർച്ച അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരെയുള്ള ജാഗ്രതാബോധം അതിൽ കുറവ് വരുന്നുണ്ടോ? നമ്മുടെ നാടിനെ
പലതരത്തിലുള്ള പ്രത്യേകതകൾ നാം പറയാറുണ്ട്. ഇവിടെ ആർക്കും ഏത് തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടക്കാം. ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാം. ഏത് ആരാധനാലയത്തിലും അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ്, പലയിടത്തും നടക്കാത്ത കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ എല്ലാം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഇതിൽ നിന്നെല്ലാമുള്ള ഒരു തുരുത്തായാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത്. ആ കേരളം മാറുകയാണോ? ആ മാറ്റം എങ്ങോട്ട് എന്നത് നാം ഗൗരവമായി കാണണം. മറ്റ് തർക്കങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉന്നയിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇന്ന് കാണുന്ന പലതും നഷ്ടപ്പെടുന്നതിനിടയാക്കും. കേരള തനിമ നഷ്ടപ്പെടും, മതനിരപേക്ഷത മൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇവിടെ നാം അഭിമാനിക്കുന്ന പലതും ഇല്ലാതാകും. ആ ഒരവസ്ഥ നാം എല്ലാവരും ഗൗരവത്തോടെ കാണണം. അതിനെതിരെയുള്ള ജാഗ്രത നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം. ഞങ്ങൾക്കിതിൽ തുറന്ന മനസ്സാണ്. കുറച്ച് വോട്ടുകൾക്കും 4 സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല. ഇത് ഞങ്ങളുടെ തുറന്ന സമീപനമാണ്. വർഗീയ ശക്തികളെ അകറ്റി നിർത്താനാവണം. വർഗീയതയുമായി ബന്ധപ്പെടാതിരിക്കണം. ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ സൃഷ്ടിക്കൂ എന്നത് തിരിച്ചറിയാനാവണം. ഇതാണ് പ്രധാനം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതരെ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ആക്രമണം നടന്നു. അതിശയം ഇത് തുടർച്ചയായി ഇത്തരം ഇരകൾക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതിജീവിത ഒന്നിൽ കൂടുതൽ പേരുണ്ട്. അവർക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ അവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് അവരുടെ പേര് വെളിപ്പെടുത്തി ഇങ്ങനെ അതിക്രമം തുടരുകയാണ്. അതുകൊണ്ട് പുതുതായി ഇത്തരം ഇരകളാവുന്നവർ പരാതി നൽകാൻ മടിക്കുന്നുമുണ്ട്. ഒരു പെൺകുട്ടി പരാതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ അതിജീവിതമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമോ സർക്കാർ? തീർച്ചയായും. ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ സംസാരിച്ചതാണ്. അത് ഈ ഒരു പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അതിജീവിതക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ വല്ലാതെ വരുന്നു. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ആക്ഷേപം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ചിലർ അവരുടെ ജീവന് അപകടം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന അവസ്ഥയുണ്ട്. എന്താണ് വെളിപ്പെടുത്തുന്ന നിലയുണ്ടായത്. അതുകൊണ്ടാണ് പലരും പരാതിക്ക് തയ്യാറാകാത്തത്. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഗൂഢോദ്ദേശത്തോടെ തന്നെ അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇവരുടെ നഗ്ന ഫോട്ടോ എടുത്തു വെക്കുകയാണ്. അതുപയോഗിച്ച് സമൂഹത്തിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്തും എന്ന് പറഞ്ഞ ആദ്യത്തെ ഭീഷണി. ആ ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ നിന്നെ വെച്ചേക്കില്ല എന്ന രണ്ടാമത്തെ ഭീഷണി. ഇതെല്ലാം ഇത്തരം ആളുകളെ നിസ്സഹായകളാക്കി മാറ്റുകയാണ്. ഇതിനെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകാനാവണം. കർക്കശ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. അതിൽ നടിയുടെ കാര്യത്തിൽ ആ പ്രശ്നം വന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കർക്കശ നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് കർക്കശ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അധികം സമയം എടുത്തു പോയി. ഇപ്പോൾ കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ എരിവേണ്ട ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ശരി.